മോർണിംഗ്. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഒന്ന് സൺഡേ ആണ്. സൺഡേ നമ്മളൊരു ട്രക്കിങ്ങിന് ഇറങ്ങിയതാണ്. ചുമ്മാ ഒരു ട്രക്കിംഗ് അല്ല, നമ്മുടെ ജിമ്മിലുള്ള ആൾക്കാരുടെ കൂടെയാണ്. അപ്പം ഒരു സൺഡേ ജിമ്മ് ഓൾറെഡി ലീവാണ്. അപ്പോൾ ഇന്ന് നേരെ കയറിയിട്ട് കുറച്ച് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് മെഡിറ്റേഷനൊക്കെ ആയിട്ട് ഇന്നത്തെ മോർണിംഗ് ഒന്ന് ഷെയറാക്കാമെന്ന് വിചാരിച്ചാണ്. ഏകദേശം ഒരു 30ഓളം ആൾക്കാരുണ്ട്. ജിമ്മിലുള്ള തന്നെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം. ഓക്കെ. നമ്മൾ മെഡിറ്റേഷൻ സെക്ഷനിലേക്ക് കടക്കാൻ പോവാം. മാസ്റ്റർ സെറ്റ് അല്ല മാസ്റ്റർ? ഒരു ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക. ഔട്ട്. ഡീപ്പായിട്ട് എടുക്കുക. നമ്മളെ ചുറ്റുമുള്ള ശബ്ദം നമ്മൾ ഫോക്കസ് ചെയ്യണം. ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് കിളികളുടെ ശബ്ദം. ഔട്ട്. സൺഡേ റെസ്റ്റാണ്, ചില്ല് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടുന്ന് പുഷപ്പ് പിടിപ്പിക്കുകയാണ് ക്രൂരനായ മാസ്റ്റർ. മാസ്റ്റർ ഡെമോ അല്ല, മോളാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നമ്മള് പഠിക്കുന്നേരം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ നേരെ നിൽക്കുക. അപ്പൊ ഞാൻ 1 നെല്ലുമ്പോ എന്ത് ചെയ്യാ, 1 അവിടെ ഹോൾഡ് ചെയ്യാം. പിന്നെ ഞാൻ 2 നെല്ലുമ്പോ 2 3 കൗണ്ട് ചെയ്യുമ്പോ മോള് നിൽക്കുക. താഴത്ത് ഹോൾഡ് ചെയ്യണ്ട. 2 താഴത്ത് ഹോൾഡ് ചെയ്യണ്ട. 3. ഇങ്ങനെ സംഭവം സ്റ്റാർട്ടായി. ഫസ്റ്റിലത്തെ 4 പേര് സ്റ്റാർട്ട് ചെയ്തു. 5. കരുത്തിട്ട പോരാട്ടം. 26. 27. 28. നിസ്സാരം. 30. 35. 36. 4 2 ഷഫീഖ് ഗംഭീരമായിട്ട് അടിക്കുന്നുണ്ട്. 14. അഫ്നാൻ ബ്രോ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഗംഭീര സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ച് ഭയം തന്ന് പറ്റിക്കുകയാണ് നമ്മുടെ ജിമ്മിലെ മാസ്റ്റർ. ഞാൻ അടുത്ത ടീം കയറി. ചെസ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. നാബിയൊക്കെ ഉണ്ട്. 17. 18. 19. 20. Come on. 9. Pound വരും. Come on, easy. 40. 41. 42. Guys, come on, easy. Come on. 43. അങ്ങനെ വീണ്ടും 2 ആളിലേക്ക് കടന്നിരിക്കുകയാണ്. മത്സരം മുറുകിയിരിക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ട് രാവിലെ. അപ്പം ഭയം തീരും. 5. 6. അടുത്ത സെറ്റ് കയറി. ചെസ് നമ്പർ 3 ജിജിയാറിനൊക്കെ ഉണ്ട്. ഇതിൽ വിറ്റെന്ന് വെച്ചാല് കുറെ ആൾക്കാര് വയ്യ, എനിക്ക് കൈ വേദന കാല് വേദന എന്ന് പറയുന്ന ടീമാണ് ഇപ്പം കപ്പടിക്കുന്നത്. തീന്താടിന്റെ രോമാഞ്ച കഞ്ചുകോ. മത്സരം മുറുകി 2 ആളെ കടന്നിരിക്കുകയാണ്. 45. 46. Come on. Take it. അടുത്ത സെറ്റ് കയറി. 4ാമത്തെ സെറ്റ്. 4. 5. 6. അങ്ങനെ ഈ സെറ്റിലെ മത്സരം 2 ആളിലേക്ക് ഒതുങ്ങി.
ഡെലിവറി രണ്ടാളും ഷോൾഡർ പെയിൻ ആണ്, മറ്റേക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ ടീമാണ്, വിട്ടുകൊടുക്കുന്നില്ല. സാധനം വന്നിരുന്നു പാണ്ടിരങ്ങാടി പോയി ചോദിക്കേണ്ടി സാധനം. 38. Hey, 39, easy, easy. Come on. 40. ആർക്കാണ് പഴോ? ഞാൻ പറഞ്ഞ ഇതാവട്ടോ. 50. ഇവിടെ. ആ പൊന്തൂല. 51. വാ. മാഷാഅല്ലാ മാഷാഅല്ലാ 50 ഓൾ അടിച്ചിട്ട് ആദ്യമായിട്ട് ഇതുവരെയുള്ള ആരും 50. മുങ്ങി നടന്ന അവസാനം എന്നെയും പിടിച്ച് ഞാൻ മാസ്റ്റേഴ്സിന്റെ പേരാ, 2 ട്രെയിനേഴ്സിന്റെ കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ വലിങ്ങനൊന്നും അടിക്കേണ്ടി വരില്ല. എന്നെ കൊണ്ട് പറ്റുന്ന അത്യാവശ്യം പറ്റുന്നത് തോന്നി ഞാൻ ഇപ്പം വലിയും. 6 7 8 9 10 14 15 പഠിച്ചോ? പറ്റിക്കാണെങ്കിൽ 17 18 19 20 21. അരങ്ങണാതെ മെല്ലെ ഞാൻ മുങ്ങിയിട്ടുണ്ട്. 24 25 തോൽക്കണോ ഫോട്ടോഗ്രാഫർ 27 28 എന്തായാലും ഇവരെപ്പരം കൂടിയിട്ട് ഗപ്പൊന്നും കിട്ടൂല എന്നുള്ള ഉറപ്പാ. ഞാൻ മെല്ലെ വലിയ 34 അപ്പൊ 4 ആയിട്ടുള്ളൂ. പക അത് വീട്ടാനുള്ളതാണ്. പിന്നെന്താവും ഉറപ്പാ. കാരണം നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് മറ്റേ ജിമ്മിൽ ഇങ്ങനെ അടിക്കുന്നതൊക്കെ അറിയാലോ, അറിയാലോ. നമ്മൾ സ്പീഡിൽ അടിക്കുക. കിട്ടിയ പഴമൊന്നുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് തോറ്റു. സംഭവം നല്ല ഹാരുണ്ടല്ലേ പരിപാടി കയറും. അങ്ങനെ നമ്മൾ ഫോട്ടോ സെഷന് വേണ്ടി കുറച്ചും കൂടി മുന്നോട്ട് നല്ലൊരു ഏരിയയിലേക്ക് പോവാണ്. സംഭവം അടിപൊളി കേട്ടോ. രാവിലെ തന്നെ മൈൻഡും ഫ്രഷ്, അടിപൊളി, ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെ. എല്ലാരും ഒന്നും കൂടെ എങ്ങനെ ഉണ്ടാവും അറിയില്ല കേട്ടോ. അങ്ങനെ വെയിലാകുമ്പോഴേക്ക് നമ്മൾ നല്ല തിരിക്കുകയാണ്. ചേട്ടാ എന്താ അഭിപ്രായം ടൂറിനെ പറ്റി? അടിച്ചുപൊളിയായി ഭക്ഷണം കിട്ടിയ നമ്മൾ പല രീതിയിൽ പ്രലോഭിപ്പിച്ച് നോക്കി മാസ്റ്റർ. പൊറാട്ടയും ബീഫ് അടിച്ചാലോ അറിയാലോ. സൺഡേ നമുക്ക് രാവിലെ പൊറാട്ടയും ബീഫ് ഇറങ്ങണം. മാസ്റ്റർ ഒരു വിധത്തിലും വൈപ്പെടുന്നില്ല. വേണമെങ്കിൽ താഴെ പോയിട്ട് പുഴുങ്ങിയ കോഴിമുട്ട വാങ്ങി തരാൻ പറഞ്ഞു. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ ഇന്ന് ട്രിപ്പ്. ഞാൻ സൈക്ലിംഗ് ഒഴിവാക്കി ഇന്നത്തേതിന് വന്നതായിരുന്നു. അപ്പോൾ അതൊരു നഷ്ടമാവുമെന്ന് ചിന്തിച്ചു. പക്ഷെ 100% വെർത്തായിട്ടുള്ള ട്രക്കിംഗ് ആയിരുന്നു. ഇത് നിഹാൽ ബ്രോന്റെ പോസിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ ജിമ്മുമ്മൽ ബോയ്സ്.
ടാറ്റ. സമയം ചെറുതായിട്ട് പാളിപ്പോയി സാർ. ഒരാളെല്ലാവരും താഴോട്ട് ഇറങ്ങുമ്പോൾ മേലോട്ട് കയറിയിരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രക്കിങ് കഴിഞ്ഞു. അപ്പം താങ്ക് യു സ്റ്റാലിയൻ ഫോർ എ വണ്ടർഫുൾ ഇവൻറ്റ്. അടിപൊളിയായിരുന്നു. ഐ എം വെരി ഹാപ്പി. നമ്മൾ താഴെ എത്തി. നമ്മൾ മേലെ കയറുന്ന സമയത്ത് കൂടെ ഒരു വണ്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഫുൾ ആൾക്കാരാണ്, കൂടുതലും പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു.